എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ കലാപ്പൂരിലാണ്. അപ്പോൾ കലാപ്പൂർ ടോൾ പ്ലാസ കഴിഞ്ഞ് ഇവിടെ നല്ല ഫുഡ് മാളും പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, റെസ്റ്റ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഇവിടെ 24 മണിക്കൂറും ഇതുപോലെ തിരക്കാ, ബസ്സും കാറും ലോറിയും. വെളുപ്പിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും ആള് തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു. പെട്രോൾ പമ്പുകളൊക്കെ നോക്കി എന്നാ സൗകര്യമാണ്. അപ്പുറത്ത് വേറെ പമ്പുണ്ട്, അപ്പുറം BPCL-ഉണ്ട്, ഒത്തിരി പമ്പുകളുണ്ട്, ഇന്ത്യൻ ഓയിലുണ്ട്, എല്ലാം ഉണ്ട്. ഒരാളവിടെ ഓർഡർ ചെയ്യാൻ പോയി നിൽപ്പുണ്ട്, ഭയങ്കര തിരക്കാ. ഞാനും മുന്നേ ഓരോ തട്ടിഡ്ലി പറഞ്ഞു, വേറെ രണ്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്, എന്നാന്ന് അറിയത്തില്ല. അച്ഛനെ പറഞ്ഞ ഉപ്മാവ്, ഞാൻ ഉപ്മാവാ പറഞ്ഞത്. അതെ, പൊടി ഇഡ്ഡലിയൊക്കെ പോലെ തന്നെ. അപ്പം ഞാൻ ഉപ്മാവാ പറഞ്ഞത്. ചെറിയ നൈസായിട്ടുള്ള മിക്സർ അതിന് മുകളിലുണ്ട്. ഇതിപ്പം നമ്മൾ സൗത്ത് ഇന്ത്യനാണ് മേടിച്ചത്, അല്ലാതെ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. മറാഠി ഫുഡോ എല്ലാ ടൈപ്പും ഉണ്ട്. വടപ്പാവൊക്കെ ഉണ്ടായിരുന്നു, വടപ്പാവും പാവുകളൊക്കെ ഇഷ്ടം എല്ലാം ഉണ്ട്. വടപ്പാവ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കഴിച്ചത്. നല്ല ഉപ്മാവ് കേട്ടോ. ഞാനൊരു ക്യൂവിൽ ഇടിച്ചു കുത്തി നിന്നേ വടപ്പാവ് മേടിച്ചോണ്ട് വന്നത്. കുറെ നേരമായി ഞങ്ങൾ ഓർത്ത് വടപ്പാവ് ഉണ്ടാക്കാൻ പോയതാണ്. അത് തന്നെ ഉണ്ടാക്കിയെടുക്കായിരുന്നു, വട തീർന്നു പോയായിരുന്നു. അപ്പൊ അതൊന്നും മുരിയണ്ടേ, അപ്പത്തേക്ക് കുറെ പേര് വന്നു. പിന്നെ അവിടെ ഇടിയായിരുന്നു വടപ്പാവ്. ഞാൻ നിങ്ങളെ നോക്കി എത്ര നേരം നിന്ന്, ഇവിടെ മുടിഞ്ഞ തിരക്ക്, സീറ്റും പിടിക്കാണ്ട് ഞാൻ എങ്ങനെ 3-4 ഐറ്റം കൊണ്ട് പിടിച്ചോണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ വന്നിട്ട് മേടിച്ച്. ഭയങ്കര തിരക്കാ കേട്ടോ. ഇന്നലെ രാത്രിയിലാണ് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ ഭയങ്കര ഇറക്കായി. രാവിലെ ഒരു 2 മണിക്കൂർ എല്ലാം ഇറക്കില്ലായിരുന്നു. എടുത്ത പോയേക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഡീസൽ അടിക്കണം. നേരെ അകത്തേക്ക് കയറ്റി ഡീസലോട് അടിച്ചിട്ട് പോവാം. നല്ല മഴയായിരുന്നു, രാവിലെയും രാത്രിയിലും ഒക്കെ നല്ല മഴയായിരുന്നു. ഇവിടുത്തെ പമ്പുകളെല്ലാം കമ്പനി പമ്പുകളാണ്. ഇത് ലോറിക്ക് ഡീസൽ അടിക്കാൻ വേണ്ടി മാത്രമുള്ള ഈ പമ്പ്. ഈ സൈഡിൽ കാറുകൾ കുറവാണ്. അവിടെ ഉള്ളത് അത് കാറുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ ബാക്കിലേക്ക് പിടിച്ചോ, ഇതെല്ലാം വണ്ടിയാണ്. പടുതായുടെ മുകളിലൊക്കെ വെള്ളം നിൽപ്പുണ്ട് കേട്ടോ. നല്ല മഴയല്ലായിരുന്നോ? ഇവിടെ ഡീസലിന് 98 രൂപ 41 പൈസ. പക്ഷേ ഈയിടെ നമ്മൾ അവിടെ വെച്ച് പത്രത്തിൽ കണ്ട് 3 രൂപ കുറഞ്ഞെന്നൊക്കെ. പക്ഷെ കുറച്ചില്ലോ. അത് പുള്ളി പറഞ്ഞേ അത് വരുന്നതേ ഉള്ളൂ എന്നാ പറഞ്ഞേ. പക്ഷെ കൂട്ടുന്ന സമയത്ത് അങ്ങനെയില്ല കേട്ടോ, പെട്ടെന്ന് കൂട്ടും. പിറ്റേ ദിവസം തൊട്ട് കൂടും. കുറയ്ക്കാനൊരു ശകലം ബുദ്ധിമുട്ടാണ്. ഒരാൾ വണ്ടി തപ്പി നടക്കായിരുന്നു, കാണാതെ. നോക്കിയാ നനഞ്ഞ് കുളിച്ച് കയറുവാ. അപ്പോൾ ഡീസലൊക്കെ അടിച്ചു, നമുക്ക് പോയേക്കാം. എന്നാ തിരക്കാ ഇവിടെ അല്ലേ. എന്ത് കാറുകളാണ്, കാറും ബസ്സും ലോറിയും. ലോറി പിന്നെ രാവിലെ ആയപ്പോൾ ലോറി കുറവാ, രാത്രിക്ക് മൊത്തം ലോറികളും ഉണ്ടായിരുന്നു, ബസ്സുകളും ഉണ്ടായിരുന്നു, നൈറ്റ് സർവീസ് ബസ്സുകളും ഉണ്ടായിരുന്നു. ഇതിപ്പോ കാലിവണ്ടി ഓടിക്കുന്നവരെ തന്നെ. അത്രേ ഉള്ളൂ, വെയിറ്റ് കുറവാണ്. ഈ പാർസൽ അങ്ങനെ മറ്റേ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളല്ല കൂടുതൽ കയറ്റിയത്. സാധാരണ ഭീവണ്ടിയിൽ നിന്ന് കയറ്റുന്ന വെയിറ്റ് ഉണ്ടാവുന്ന, ഇന്നലെ എല്ലാം ലൈറ്റ് വെയിറ്റ് സാധനങ്ങളായിരുന്നു, റെഡിമെയ്ഡ് സാധനങ്ങളാണ് കൂടുതലും. അപ്പോൾ നമ്മളിത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്ക് കയറി. മുത്തേ ട്രാവൽ ലോഗിന്റെ അച്ഛനും മക്കളോടുള്ള ബോംബെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ബോംബെ പോയി ലോഡൊക്കെ ഇറക്കി, ബോംബെല്ല ഭീവണ്ടിയിൽ ഇറക്കിയിട്ട് തിരിച്ച് ഭീവണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾ ലോഡ് കയറ്റി തിരിച്ച് KRSന്റെ പാഴ്സലാണ് ലോഡ്. അത് കോഴിക്കോട്, കളമശ്ശേരി, തിരുവനന്തപുരം, ഇങ്ങനെ 3 സ്ഥലത്ത് ഇറക്കണം. 3 ഡെലിവറിയാണ്. ഞങ്ങൾ കോഴിക്കോട് തൊട്ട് പടുതാഴിക്കും, പടുതാഴിട്ടും വീണ്ടും കളമശ്ശേരി വന്ന് പടുതാഴിക്കും, വീണ്ടും പടുതാഴിട്ടും, പിന്നെ തിരുവനന്തപുരത്ത് പോയി പടുതാഴിച്ച് മൊത്തം ലോഡർ. പിന്നെ പടുതാഴിക്കാനൊക്കെ നമ്മളെ കിളിയുള്ളതുകൊണ്ട് പഠിക്കാം. അതുകൊണ്ട് നല്ലപോലെ പടുതാഴിക്കാനും കെട്ടാനും ഒക്കെ പഠിക്കാം. മടക്കി വെക്കുന്നത് ഈ പടുതായിൽ ഇച്ചിരി പാടാ. എന്നറിയോ, വലിയ പടുതായ എടുത്തിട്ടേക്കുന്നേ. 36-30 സൈസാ നൈലോൺ പടുതായുടെ. 36 അടി നീളവും. നൈലോൺ പടുതയ്ക്ക് വേറെ കുഴപ്പമുണ്ട്, നനഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരുമാതിരി വഴുക്കലുള്ള മീനെ പിടിക്കുന്ന പോലെ ഇതങ്ങ് തെന്നി പോവാ. അതെന്നാന്നറിയോ, അത് ഇതിനകത്ത് ഈ പിന്നെ ചെളി എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വെള്ളം കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര ഇഴുക്കല പിടിക്കുമ്പോ. 36 അടി നീളം, 30 അടി വീതി, അത്രയും വലിയ പടുതായ. നല്ല വെയിറ്റുവാ, ഇച്ചിരി പണിയാ. കോട്ടൺ പായ പിന്നെ അത്രയും വലിപ്പമില്ല, അത് രണ്ടും ഇട്ടേക്കുന്നേ. ഉള്ള പായ എല്ലാം എടുത്തിട്ടു. പ്ലാറ്റ്ഫോമിൽ 2 പായ, ഒരു പ്ലാസ്റ്റിക്കിന് നൈലോൺ ഇട്ടു. അതിനെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കുന്ന ലോഡ് കയറ്റിയോണ്ടേ, ഇടയ്ക്കുന്ന കുറച്ച് കയറ്റിയില്ലായിരുന്നു. അപ്പം എല്ലാ പായവും എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല പണിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കണ്ടാല ഘാട്ട് കയറാൻ തുടങ്ങുകയാണ്.
ഇവിടുന്ന് ലെഫ്റ്റ് ലോണേവാല പുന ഓൾഡ് യശ്വന്തറാവോ ചവാൻ എക്സ്പ്രസ് വേ, റൈറ്റ് മുന്നേ നിന്ന് പോയി കഴിഞ്ഞാൽ പൂനെ തെലുഗാവൺ വയ കണക്ടിങ് ലിങ്ക്. നോ എൻട്രി ഓൺ കണക്ടിങ് ലിങ്ക്. കണക്ടിങ് ലിങ്കിൽ ലോറി വലിയ ബസ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ടേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. മോളിൽ കണ്ടോ, വയ എക്സ്പ്രസ് വേ പൂനെ ലെഫ്റ്റിലേക്ക്, മിസ്സിംഗ് ലിങ്ക് നേരെ. നല്ല പേരല്ലേ മിസ്സിംഗ് ലിങ്ക്. അത് കണക്ടിങ് ലിങ്ക് എന്നാക്കിയായിരുന്നു എൻ്റെ പേര്. ഈ മിസ്സിംഗ് ലിങ്ക് വന്നതുകൊണ്ട് കാറുകളൊക്കെ പെട്ടെന്ന് അപ്പുറം എത്താം, ഒരു ബ്ലോക്കും ഇല്ലാതെ പറന്നു പോവാം. അങ്ങ് പുറകിൽ തൊട്ടേ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ എന്നാന്നറിയോ, പുതിയതായിട്ട് വരുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ, സ്ഥിരം വരുന്നവർക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തിരിയാനൊന്നും പറ്റിയല്ലോ. കണ്ടാ മൊത്തം കോട ഇറങ്ങി. ആ മലയിൽ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ഉണ്ട് അവിടെയൊക്കെ ചെറുതായിട്ട്. കോട ഉള്ളതുകൊണ്ട് അത്ര വ്യക്തമില്ല. അപ്പം ഇവിടുന്ന് പഴയ എക്സ്പ്രസ് വേ ആണ് ലെഫ്റ്റിൽ കിടക്കുന്നത്. ഈ റൈറ്റിൽ കൂടെ പോകുന്ന വഴിയാണ് മിസ്സിംഗ് ലിങ്ക്. അപ്പം ഇതുണ്ടോ വയ കണക്ടിങ് ലിങ്ക്. ആ പാലം അങ്ങ് അകലെ കാണുന്ന ആ പാലമാണ് പുതിയതായിട്ട് പണിതേക്കുന്നത്. അതായത് എക്സ്പ്രസ് വേയിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കാറുകളും ചെറുവണ്ടികളും പോകാൻ വേണ്ടിയിട്ട് പണിതേക്കുന്ന ഒരു എക്സ്പ്രസ് വേയെക്കാട്ടിൽ ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ ആ വഴി കയറിപ്പോയി കഴിഞ്ഞാൽ ഈ കണ്ടാളെ കാട്ടുമില്ല, കയറ്റങ്ങളൊന്നുമില്ല. അതിൽ കൂടെ തന്നെ ടണലിൽ കൂടെ ചെന്ന് അപ്പുറം ഇറങ്ങാം. അങ്ങോട്ട് നോക്കി കോട ഇറങ്ങി. ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞ് വന്നാൽ നല്ല രസമായിരിക്കും. ഒരു 3-4 ദിവസം കൂടെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാലും മതിയായിരുന്നു. കാരണം അങ്ങോട്ട് പോയതിനേക്കാളും കണ്ട വഴിയിലൊക്കെ നല്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ലോണാവാല ഈ ഭാഗങ്ങളെല്ലാം കാണാൻ നല്ലതായിരിക്കും. ഇപ്പൊ തന്നെ ഇതുണ്ടോ വെള്ളച്ചാട്ടമൊക്കെ ആയി, ഒഴുകി തുടങ്ങി വെള്ളം. ഇതുവഴി ഇപ്പോഴും കാറ് പോകുന്നുണ്ടല്ലോ. അല്ല, ഇതൊക്കെ ഇവിടെ ലോണാവാലയ്ക്കോ അങ്ങനെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരാ. പൂനെക്ക് പോകുന്ന വണ്ടി മാത്രമാണ് മിസ്സിംഗ് ലിങ്ക് വഴി പോകേണ്ടത്. ബാക്കി വണ്ടികൾ ഇതിലെ ഇറങ്ങി പോകാനൊക്കെ ഉണ്ടല്ലോ, കണ്ടാലൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ പറ്റുന്നവരുണ്ട്. കണ്ടോ ഇവിടെ പോലീസുകാർ നിൽപ്പുണ്ട് കേട്ടോ. ഇനി അതിലെ പോകാൻ പാടില്ലാത്ത വണ്ടികൾ അതിലെ തിരിച്ച് ഇതിലെ ഇറക്കി വിടും. ഇത് കണ്ടോ, പണ്ടത്തെ എക്സ്പ്രസ് വേ ഇതായിരുന്നു അങ്ങോട്ട് പോകുന്ന ലൈന്. അത് ഈ മിസ്സിംഗ് ലിങ്ക് വന്നപ്പം ഇവിടുന്ന് മാറ്റി അപ്പുറത്തെ സൈഡിൽ കൂടെ ആക്കി. ആദ്യം ഈ ഹൈവേ ഓപ്പൺ ആകുമ്പോഴേ അവിടെ ആ പമ്പുകളൊന്നുമില്ല, പാർക്കിംഗ് ഒന്നുമില്ല. ആദ്യത്തെ ടോളിൽ നമുക്കൊന്ന് വണ്ടി നിർത്താം, ടയർ നോക്കാനോ ഒക്കെ ആയിട്ട്. പിന്നെ രണ്ടാമത്തെ ടോളിൽ നിർത്താം. വേറെ ഒരിടത്തും ഒന്നുമില്ലായിരുന്നു. പിന്നെ അതുപോലെ പമ്പുകളുണ്ടോ, എല്ലാം കമ്പനി പമ്പുകളും. പമ്പൊക്കെ എന്നാ സൗകര്യത്തിനാ പണിതേക്കുന്നത്. അപ്പുറത്തെ പമ്പ് അതിലും വലുതാ, നമ്മൾ കയറിയാലും വലുതാ അപ്പുറത്തെ പമ്പ്. ഇന്നലെ രാത്രി കയറി പോന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ നമുക്ക് ബ്ലോക്ക് കിട്ടിയാനെ. ഭയങ്കര തിരക്കായിരുന്നു. ആ താഴെ കാണുന്നതാണ് കൊപ്പോളി ടൗണ്. മലകളുടെ താഴ്വരയല്ലേ. നമ്മൾ അങ്ങോട്ട് പോയപ്പോ ഈ ഒരു ക്ലൈമറ്റും തിരിച്ചു വരുമ്പോ കുറച്ചുകൂടെ സൂപ്പർ ക്ലൈമറ്റും. അതെന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. അതെന്നാ പറ്റിയെന്നറിയോ, ഈ വർഷം ഇവിടെ മഴ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് മഴ പെയ്തത്. അതുകൊണ്ടാ, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ വെള്ളച്ചാട്ടം ചെറുതായിട്ടേ ആയുള്ളൂ. നല്ല മഴ പെയ്ത് നല്ലപോലെ വെള്ളം വരാൻ തുടങ്ങുമ്പോൾ ഭയങ്കര രസമായിരിക്കും. എന്നിട്ട് ഈ പാറ മൊത്തം നല്ല ലൈറ്റ് പച്ച കളറുള്ള പുല്ലും കൂടെ അങ്ങ് കിളും. മഹാരാഷ്ട്രയിലെ പുല്ലിന് കളർ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ ഏരിയ അത് തന്നെ. രത്നഗിരി സൈഡ് ഒക്കെ അങ്ങനെ ഇതുണ്ട്. അത് ഇങ്ങോട്ട് വരുമ്പോ ഉള്ള ടണല. ഇവിടൊക്കെ ഈ പാറ ഇടിയാൻ സാധ്യതയുള്ളൂ. അവിടെ എല്ലാം നെറ്റിട്ടൊക്കെ അതുണ്ടോ. ഒക്കെ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാതെ കയറിപ്പോ. ഇതുണ്ടോ ആ നെറ്റിട്ടേക്കുന്നുണ്ടോ മുകളിൽ. അവിടുന്ന് വല്ല കല്ലൊക്കെ ഇടിഞ്ഞ് വീണ റോഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെയാ നമ്മള് കയറി വന്നേ. ആ വഴിയെ മൊത്തം പഴയ വഴിക്ക് കയറി വന്നിട്ടുണ്ടോ? ഇല്ല, പഴയ വഴി ഇപ്പം ലോറിക്ക് എന്തോ വലിയ വണ്ടിയാ വിടുന്നില്ല ഇല്ലേ. പഴയ വഴി കയറി വന്നാൽ അതിലും നല്ല രസമാണ്. ഭയങ്കര കുത്തുകയറ്റം. ആ വഴി ഉള്ളായിരുന്നു പണ്ട്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ട് വരുമ്പോ അതിലേ പഴയ വഴിക്ക്. പിള്ളേര് നോക്കുന്നു. സംശയം അതാ കൊച്ചൊന്നുകൂടെ ഇങ്ങനെ നല്ലപോലെ നോക്കുമായിരുന്നു. ആരോ ലോണാവാല 8, പൂനെ 73 കിലോമീറ്റർ. ലോണാവാലയ്ക്ക് പോവായിരുന്നു. ലോണാവാലയിലേക്കല്ലേ ചെല്ലുന്നത്. അതിന്റെയാണ് ഈ കാണുന്നത് കോടമഞ്ഞ്. കണ്ടോ? ഈ പിന്നെ ഈ മലയുടെ ഏറ്റവും ടോപ്പാണ് ലോണാവാല പറയുന്ന സ്ഥലം. അപ്പൊ അവിടെ എപ്പോഴും തണുപ്പും മഞ്ഞും ഒക്കെയാണ്. അല്ലെങ്കിൽ ഈ സൈഡിലെ മെയിൻ ഒരു 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആ കണ്ടാളെ ലോണാവാല. ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേനും മഴയുടെ കട്ടി കൂടി. ലോണാവാലയിലേക്ക് നല്ല മഴയാന്ന് തോന്നുന്നു അങ്ങോട്ട്. അതുകൊണ്ടാ മോളിൽ കൂടെ വണ്ടി പോകുന്നത്. അത് മിസ്സിംഗ് ലിങ്ക് ആയിരിക്കും. അല്ല, മിസ്സിംഗ് ലിങ്ക് ഒന്നും അല്ല. അല്ലേ? ആ, പിന്നെ അത് പഴയ വഴിയാ. ഇത് പഴയ ഹൈവേ ആണെന്ന് തോന്നുന്നു. അതെ മിസ്സിംഗ് ലിങ്ക് അത് പിടിച്ച് പോയല്ലോ. നമ്മളിപ്പം 45 കിലോമീറ്റർ പോന്നു എക്സ്പ്രസ് വേയില്. മൊത്തം ഇത് 94 കിലോമീറ്ററാണ്.
ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലെ ഏറ്റവും ട്രാഫിക് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇച്ചിരി കുത്ത് കയറ്റമാണ്, മുന്നോട്ട് ചെല്ലുമ്പോൾ ഇച്ചിരി വീതി കുറവുമാണ്. ഇത് ലോറികൾ ഇവിടെ പതുക്കെ ഇതുപോലെ വലിമുട്ടി പതുക്കെ പോവും. അന്നേരത്തേനും ഇവിടെ 3 വണ്ടി നല്ലപോലെ പാസ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. ഇവിടെ ഉണ്ട്. ആ വളവ് വരുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇവിടെ ട്രാഫിക് ഉണ്ടാകുന്നത്. ഇതുണ്ട്, ഇവിടെ വരുമ്പോഴാണ് വണ്ടി ഇവിടെ ഇങ്ങനെ ഇടുങ്ങി വരുന്നതുകൊണ്ടും ഈ കയറ്റമായതുകൊണ്ടും തിരക്കുണ്ടാകുന്നത്. ഖണ്ടാള ബൊഗാദ, ഖണ്ടാള ടണല. ഇത് അങ്ങോട്ട് വരുന്ന അങ്ങോട്ടുള്ള സൈഡിലും അപ്പുറേ ടണലുണ്ട്. ഈ ടണലൊക്കെ അടിപൊളിയല്ലേ? 6 ലൈൻ ടണൽ എന്ന് പറയുമ്പോഴേ അല്ലേ, നമ്മള് ഒരു ടണലാണെന്ന് പറഞ്ഞ തോന്നില്ല. അത്ര വീതിക്ക് വേളയിലുള്ള അതേ വീതിക്ക് തന്നെയാണ് ടണൽ പണിതേക്കുന്നത്. ഇല്ല, 6 ലൈന് മറ്റേ കുതിരാൻ 6 ലൈൻ ടണലല്ലേ, അതുപോലെ തന്നെ മിസ്സിംഗ് ലിങ്ക് അത് 8 ലൈനാ ഇപ്പൊ പുതിയതായിട്ട് പണിതേക്കുന്നേ. പോയിട്ടില്ലേ? അല്ല, ഇത് പണിത സമയത്ത് ഇത് തന്നെ ഏറ്റവും വലുതായിരുന്നു ഈ ടണലുകളൊക്കെ. ഖണ്ടാള ലോണാവാല, ഖണ്ടാളയും ലോണാവാലയൊക്കെ ഇറങ്ങേണ്ട വണ്ടികൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും ലെഫ്റ്റിലേക്ക്. അല്ല, ഇത് മറ്റേ ഇത് കാറ്റാടിയുടെ ആ മെഷീനാ, അതിന്റെ ലീഫ് പിടിപ്പിക്കുന്ന സംഭവം. മോളിൽ പിടിപ്പിക്കല്ലേ ലീഫ്, അതല്ല എന്നാ പറ്റി ഇവിടെ ആ വണ്ടി എന്താ ബ്രേക്ക് ഡൗൺ ആയി കിടക്കാന്ന് തോന്നുന്നു അവിടെ. ഇതും അതെ. ഇപ്പം നമ്മൾ ലോണാവാല എത്തി. ലോണാവാല ടൗൺ ഈ പാലത്തിനടിയില്ല. ആ പോകുന്നതാണ് പഴയ ബോംബെ പൂന റോഡ്, ആ കാറ് പോകുന്നത്. അപ്പം നമ്മൾ ഖണ്ടാള ഘാട്ട് കയറി കഴിഞ്ഞു കേട്ടോ. ആ ലോണാവാലയിലേക്ക് തിരിയുന്ന ആ വഴി കൊണ്ട് തീർന്നു. അത് പറയാൻ വിട്ടുപോയി. അവിടെ കൊണ്ട് തീർന്നു. ഇനിയിപ്പം നിരപ്പ് വഴി, നിരപ്പ് ചെറിയ കയറ്റ ഇറക്കമൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. ട്രക്ക് ലേബൈ, ഇവിടെ ഒരു ട്രക്ക് ലേബൈ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറേ കാലം ആയുള്ളൂ ഇതൊക്കെ പണിതിട്ട്. അല്ലെങ്കിൽ ഇവിടെ എങ്ങും വണ്ടി നിർത്തത്തില്ലായിരുന്നു. ഇതിലേയും ലോണാവാല ടൗണിലേക്ക് ഇറങ്ങിപ്പോവാം. അപ്പം നമ്മൾ താഴേന്ന് കണ്ടില്ല മിസ്സിംഗ് ലിങ്ക് വന്ന് ഇറങ്ങുന്ന ഇതുണ്ട്. ഈ താഴെ കൂടെ വരുന്നതാണ് മിസ്സിംഗ് ലിങ്ക്. അപ്പോൾ ഇവിടെ വരെ ഒറ്റ ടണലാ. അതിൻ്റെ 13 കിലോമീറ്റർ കണ്ടുണ്ട്, 13-14 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ വന്ന് ഇറങ്ങും. പിന്നെ ഈ നമ്മുടെ ഈ എക്സ്പ്രസ് വേ കൂടെ തന്നെ പൂനെക്ക് പോകും. അതിലെ ഏറ്റവും കൂടുതൽ വരുന്ന കാറുകളാണ്. എനിക്ക് എന്ത് കാറുകളാണെന്ന് നോക്കി. ഇന്നലത്തെ ലോഡ് കയറ്റി ചെന്നാണല്ലോ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? പട്ടിണി, വാഷ്റൂം ഇല്ല, ഫുഡും ഇല്ല, വെളിയിലിറങ്ങാൻ പറ്റുമോ അതും ഇല്ല, വണ്ടിയൊന്നും താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ വെള്ളക്കെട്ടായിപ്പോയി. എന്നാ സുഖം ഓടിക്കാനല്ലേ. കാംഷെഡ് ബൊഗാദ, കാംഷെഡ് ടണൽ. ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേക്ക് യശ്വന്ത്റാവ് ചൗഹാൻ എക്സ്പ്രസ് വേ എന്നും ഒരു പേരുണ്ട്. സത്താർ 152, പൂനെ 45, തലേഗാവ് 19. അപ്പം രണ്ടാമത്തെ ടോളാണ് എക്സ്പ്രസ് വേയിലെ. ടോൾ ബൂത്തുകളെല്ലാം നവീകരിച്ച് പുതിയതുണ്ടാക്കി, പഴയത് മാറ്റി. പഴയ അപ്പുറമായിരുന്നു. ഇവിടെ 1624 രൂപയാണ്. ആദ്യം കയറുന്ന ടോളിൽ 1624 രൂപ, രണ്ടാമത്തെ ടോളിൽ 541 രൂപ. മൊത്തം 2165 രൂപയാവും ഈ 95 കിലോമീറ്റർ 94 കിലോമീറ്റർ നമ്മൾ ഓടുമ്പോൾ. അപ്പം അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ അപ്പുറത്തെ സൈഡിലെ ടോളില്ലേ, ആദ്യത്തെ ടോളിൽ 1624, രണ്ടാമത്തേതിൽ 541, അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ടോള് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നിടത്തും ഇവിടെ ഹോട്ടലും അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. കുറേ വണ്ടികളെല്ലാം ഇത് ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കാരണവശാലും രാത്രിക്ക് ലോറി കൊണ്ട് നിർത്തുകയോ ചായ കുടിക്കാൻ ഇറങ്ങുകയില്ല. ഭയങ്കര കള്ളന്മാരുടെ ശല്യം ഇവിടെ. താഴെ എന്നാൽ അത്ര പ്രശ്നമില്ല. താങ്ക്സ്. എക്സ്പ്രസ് വേ എക്സ്പ്രസ് വേയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എക്സ്പ്രസ് വേ ഇവിടെ തീർന്നു. ഇനി നമ്മൾ NH-48 ഇവിടെ നിന്നൊക്കെ ലെഫ്റ്റിലേക്ക് പോയാൽ പഴയ ബോംബെ പൂനെ റോഡില്ലേ, ആ റോഡിൽ കൂടെ അങ്ങ് പോകാൻ വേണേ. എല്ലാം നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ. കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. രാവിലെ തുടങ്ങിയ മഴയാ. രാവിലെ അല്ല, രാത്രി. ഈ മഴ എപ്പോഴാ തുടങ്ങിയത് എപ്പോഴാ തോർന്നെന്ന് അറിയത്തില്ല. അല്ല, ശരിക്കും പറഞ്ഞാൽ 3-4 ദിവസമായി കണ്ടിന്യൂസ് മഴയാ. പക്ഷെ ഇപ്പം ഇന്ന് നമ്മൾ വണ്ടി എടുത്താൽ പിന്നെ വൈപ്പർ ഓഫ് ചെയ്തിട്ടേ ഇല്ല. മഴയത്ത് ഞാനൊന്ന് 1 മണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉറങ്ങാൻ അവസരം തരാം. ഓരോരുത്തരും മാറി ഉറങ്ങിക്കോ. പൊന്നൂനെ ഉറക്കാം. ആയിക്കോട്ടെ. ഇന്ന് നമ്മൾ 3 പേരും ഷിഫ്റ്റ് ആയിട്ട് ഉറങ്ങുന്നു. എന്നാ പറയുന്നു, പകല് 1 മണിക്കൂർ കിടന്ന് ഉറങ്ങാം. യോജിക്കുന്നു. ഞാൻ ആ സ്റ്റാർട്ടിങ് അവിടെ കയറിയപ്പോ ഇന്ന് ഇവിടെ തിരക്കില്ലെന്ന് ഞാൻ പറഞ്ഞ, അതുകൊണ്ടാ തിരക്കായത്. അത് തിരിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് നല്ല തിരക്കുണ്ട്. നമ്മൾ പൂനെ എടുക്കാറായി. പൂനെ ഒരു സൈഡാ, ഇതെല്ലാം ഔട്ടറാ. പൂനെ മെയിൻ സിറ്റി ഈ ഹൈവേയുടെ ലെഫ്റ്റ് സൈഡിലോട്ടാ. നമ്മൾ ഔട്ടറിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോകുന്നു.
4 ലൈനിലാണ് വണ്ടി പോകുന്നത്, അങ്ങേ അടുത്ത് ബൈക്കാരും. പൂനെ സിറ്റി നേരെ ലെഫ്റ്റ് പോയാൽ പൂനെ സിറ്റിയാ പോകുന്നു മുന്നോ? ഇല്ല, പോവാൻ വിടുവോ അതിന്? ഞാനിവിടെ ഇറക്കി വിടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇറങ്ങാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ 2 ദിവസം കൂടെ കഴിഞ്ഞ് വരാം. നിങ്ങൾ എന്നെ വിടുവോ ഇവിടെ? ഇവിടുന്ന് പിന്നെ പിക്ക് ചെയ്യാനൊന്നും പറയില്ല, എങ്ങനെയൊക്കെ കയറി വന്നാൽ. ഇല്ല, ഞാൻ എങ്ങനെയൊക്കെ കയറി വീട്ടിൽ ലാൻഡ് ചെയ്തോളാം. മഴ കുറച്ച് കുറഞ്ഞു, തോളുന്നേ ഉള്ളു. നല്ലതായിട്ട് കുറഞ്ഞു. മുമ്പേ നല്ല കനത്തില് മഴയില്ലായിരുന്നു. ടൗണിൽ നിന്ന് വരുന്ന വഴിയുണ്ടോ? ആ, എന്ത് തിരക്ക! എത്ര ലൈനിലാണ് വണ്ടി നിക്കുന്നത്? അപ്പൊ നമ്മള് പൂനെയിലെ തിരക്കുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു. എന്നെ പൊക്കത്തിലൂടെ ഈ ഹൈവേ പോകുന്നുണ്ടോ? ആ, നേരെ നോക്ക് മലകൾ. എന്റെ ഹൈറ്റ് അല്ലേ? നല്ല ഹൈറ്റ്. ചെറിയൊരു ഘാട്ടാന്ന് തോന്നല്ലേ? കേട്ടോ, ഒരാളെ നല്ല ഉറക്കം. നല്ല ഉറക്കാണ്, പൊതച്ച് മൂടിയാ കിടന്നുറങ്ങണേ. ആ, കുറച്ചുകൂടെ നേരത്തെ എടുത്ത് ഉറക്കണ്ടായിരുന്നു. ഇത് ഈ മഴ കുറഞ്ഞു. ആ, മഴ കുറവാന്നേ ഉള്ളു, പക്ഷെ മൂടലുണ്ട്, തണുപ്പുണ്ട്. നല്ല തണുപ്പൊക്കെ. ഇതേ ഒരു ടണൽ, ഇതേ വേളാഘാട്ടാന്ന് തോന്നുന്നു. ആ, എനിക്കും തോന്നുന്നു. ഞാൻ പക്ഷെ കരുതി കുറച്ചുകൂടെ അപ്പുറത്തോട്ടായിരിക്കും എന്ന് കരുതിയത്. ഈ മലയൊക്കെ കണ്ടോ? അല്ല, ഇത് വാനമൊന്നും അല്ലെന്ന് തോന്നുന്നു. വാനമൊന്നും അല്ലെന്ന് തോന്നുന്നു, ചെറിയതല്ലേ? ആ, അങ്ങനെ മൃഗങ്ങളൊന്നും കാണുന്നില്ലല്ലോ. നല്ല പച്ചപ്പ. ആ, ഇതാണ് ന്യൂ കാത്രജ് ടണൽ. 1458 മീറ്റർ, 1.5 കിലോമീറ്റർ അടുത്തുണ്ട്. ഇതിനകത്ത് ഇരുട്ടാണല്ലോ, ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മള് കേറുന്നതിന് മുമ്പുണ്ടായിരുന്നു. വന്നു. ഇപ്പൊ വന്നു. നമ്മള് കേറുന്നതിന് മുമ്പുണ്ടായിരുന്നു, കേറിയപ്പോഴത്തേക്കും ലൈറ്റ് ഓഫായി. എന്നിട്ടിപ്പോ പിന്നെയും വന്നു. ഷെർവാൾ എത്തി നമ്മൾ. ഷെർവാൾ അപ്പൊ ചേഞ്ച് ചെയ്തു, ഷിഫ്റ്റ് ചേഞ്ച് ആയി. ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി. പക്ഷെ മഴയത്ത് കുറച്ചു നേരം ഉറങ്ങാനായിട്ട് സാധിച്ചത് അച്ഛക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഈ സമയമുണ്ട്, ഇനി മുന്നോട്ട് മഴയുണ്ട്. മഴ ഇല്ലാതൊന്നുമില്ല. ഇപ്പൊ ഇവിടെ ഇപ്പം ചെറുതായിട്ടൊന്ന് മഴ പെയ്ത് മാറിയത്. മഴ വേണമെന്നൊന്നുമല്ല കിടന്നുറങ്ങാൻ. ഏതിക്കകത്ത് കിടന്നുറങ്ങാൻ ഇപ്പം മഴ ഉണ്ടേലും ഇല്ലേലും ഒക്കെ എന്നാ വിഷയം. കഴിക്കണ്ടല്ലോ, കഴിക്കണം. എവിടെയെങ്കിലും നല്ല കടയിൽ നിർത്താനുള്ള ഇനിയിപ്പോ കുറെ കഴിഞ്ഞാലേ ഉള്ളു കട. എനിക്ക് വിശക്കുന്നു, അതുകൊണ്ട് നിർത്തിയില്ല. പറയാനേ വലിയ വിശപ്പൊന്നും ഇല്ല, ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇതുണ്ടോ, ഇത് നമ്മള് വേളഘാട്ട് കയറാൻ പോവാ. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്ന കയ്യില്ല, അപ്പുറത്തൂടെ ആയിരുന്നു വന്നത് കേട്ടോ. ആ ടണൽ ഇറങ്ങി വന്നില്ല പൊന്നു, മനസ്സിലായോ? ആ ബ്ലോക്ക് ആയിരുന്ന സ്ഥലമാണത്. നമ്മൾ ഇനി ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ഈ മല കയറിയാ പോണ്ടായിരുന്നു, അങ്ങോട്ടാ നമ്മള് പോന്നെ. ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ചേച്ചിക്ക് വിശക്കുന്നൊന്നുമില്ല, അപ്പൊ നമ്മള് ചെറുതായിട്ടൊരു ലസ്സിയൊക്കെ കുടിക്കാന്ന് വെച്ചു. വൈകിട്ട് എന്താണേലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. മഴയില്ലെങ്കിൽ, ചെളിയൊന്നും ഇല്ലെങ്കിൽ. അല്ല, മഴയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വെയിറ്റ് ഷർട്ടോ എന്തെങ്കിലും നോക്കാം. അങ്ങനെയൊക്കെയാണെ ഓക്കെ. കഞ്ഞി വെക്കാം, കഞ്ഞി ഇല്ലെങ്കിൽ ശരിയാക്കില്ല, കുറെ ദിവസമായി. അതെ, അത് പിന്നെ കറി എന്നാണെന്ന് പൊന്നു തീരുമാനിക്കും, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. കറി എന്നാന്ന് തീരുമാനിക്കാനേ വണ്ടിക്കകത്തൊന്നുമില്ല, ഒരു മുട്ട പോലും ഇല്ല. എന്നാ വേണ്ടെന്ന് പറയണം, അത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എവിടെന്നെങ്കിലും മേടിച്ചു തന്നാൽ വെച്ചു തരാം. പിന്നെ ഞങ്ങൾ 2 പേരും കൂടെ ഒരു മിസൽ പാവ് പറഞ്ഞു. അതെ, 2 പേർക്കൂടെ. അതുണ്ട്, അത് ചെറുപയർ മുളപ്പിച്ചാണ്. മല്ലിയില വേണ്ടെന്ന് പറയണായിരുന്നു അല്ലേ? മറന്നുപോയി. കുറച്ചു പ്രാവശ്യം കഴിച്ചാൽ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഞാനിങ്ങനെ നീക്കി വെച്ചിട്ട് ഒരു സൈഡിലത്തെ മാത്രം കഴിക്കും. അപ്പോൾ ആ ഗ്രേവി അതിനകത്തോട്ട് ഒഴിക്കുക, എന്നിട്ട് പാവ് മുക്കി കഴിക്കുക. നമ്മുടെ മൂത്ത കൊച്ചിന് ഇച്ചിരി പാലും വെള്ളം മേടിച്ചു കൊടുത്തു. പാലും വെള്ളം ഉണ്ട്, കടയിൽ കിട്ടുകയല്ലേ പാലും വെള്ളം. അതിന് ലസ്സി എന്നല്ല പറയുന്നേ, പാലും വെള്ളം എന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ, കൊച്ചായതുകൊണ്ട് അത്രേ ഉള്ളൂ. ആ വണ്ടി ഉണ്ടോ ഇവിടെ ലോഡ് ഇറക്കി വെച്ച് കർണാടകയ്ക്ക് പോയി ലോഡ് കയറ്റാൻ. ഇവിടുന്ന് ലോഡില്ലെന്ന്. നമ്മുടെ ഒരു പിന്നെ ഫാമിലി മെമ്പറാണ്, തമിഴ്നാട് വണ്ടിയാ. അങ്ങോട്ടുള്ള വഴി അതേ അതിലെയാ പോന്നെ, പുതിയ വഴി പണിതുകൊണ്ടിരിക്കുന്നത്. 2 സൈഡും ഇനി അതിലെയാവും. ഇത് നല്ല വഴിയാ, കുഴപ്പമൊന്നുമില്ല. വഴി പണിയെന്ന് പറഞ്ഞാൽ ഇത് ഘാട്ടല്ലേ, ഘാട്ട് കയറി ഇറങ്ങാം. അത് അതിലെ ടണലാകുമ്പോൾ വണ്ടി പെട്ടെന്ന് സ്പീഡിൽ ചെല്ലുകയല്ലേ. അത് ഇവിടെ 6 ലൈനുള്ളൂ, അങ്ങോട്ട് 2 ലൈനേ ഉള്ളൂ. 6 അല്ല 3 ലൈൻ, അവിടെ 2 ലൈൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ. ഇവിടുന്ന് ഘാട്ട് സ്റ്റാർട്ട് ചെയ്യുക.
ആ അതുകൊണ്ട് അങ്ങ് കണ്ടോ വണ്ടി കയറി ഈ മല കയറി ഇതിന്റെ അപ്പുറം ചെല്ലണം നമുക്ക്. ഇവിടെ ഒന്നും ആൾതാമസമില്ല ഈ മലയിലൊന്നും, വിജനമായ സ്ഥലങ്ങളാണ്. ഇവര് ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നതാന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. ഇതുണ്ട്, ഇതിലെ കയറി പോകുന്നുണ്ടോ, ശ്രീ ഭൈരവനാഥ് യോഗേശ്വരി. ബാക്കി മറാഠി, അതുകൊണ്ടല്ല വായിക്കാൻ പറ്റിയില്ല. മറാഠി എഴുതി കേൾക്കുന്നേ ഏകദേശം ഹിന്ദി ആയിട്ട് സാമ്യമുണ്ട്, അതുകൊണ്ട് കുറേയൊക്കെ വായിക്കാം. അത്രയൊന്നും വലിയ വളവൊന്നും ഇല്ല. നല്ല ഹൈറ്റില്ല. അങ്ങ് ആ വഴി മൊത്തം കാണാം, അങ്ങോട്ട് പോകുന്നത്. ആ സൈഡിൽ നിന്ന് അങ്ങോട്ടുള്ള മൊത്തം കാണാം, ആ ടണലും എല്ലാം കാണാം. റൈറ്റ് സൈഡിൽ കൂടെ ലോറി ഓടിക്കുന്ന പാർട്ടികളാണ് ഈ നമ്മുടെ രാജ്യത്ത്, വെളി രാജ്യത്തൊക്കെ പോലെ എത്രയും പതുക്കെയാണ് പോകുന്നത്. വല സൈഡിൽ കൂടെ ഇങ്ങനെ ഫസ്റ്റും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നമ്മളിത് കയറ്റം എല്ലാം കയറി മുകളിലെത്തി. ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. ന്യൂട്രൽ നഹീം ഗിയർ സഹി വേള 4 കിലോമീറ്റർ NH 48. നേരത്തെ ഇവിടെ ആ താഴത്തെ ടണൽ വരുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേ വണ്ടി വന്ന് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചില സമയം അന്ന് ഇത്രയും വീതിയില്ല, 2 ലൈനേ ഉള്ളൂ. ഒരു വണ്ടി അങ്ങോട്ടും ഒരു വണ്ടി ഇങ്ങോട്ടും വരാനുള്ള ആ വീതി ഉള്ളായിരുന്നു. അന്നേരം ഇതിലെ കൊണ്ടത്. അത് കഴിഞ്ഞാൽ ആദ്യം ഒരു ടണൽ പണിത്, അത് കഴിഞ്ഞ് പിന്നെയാണ് അത് വലുതാക്കി. ഇപ്പം NH 48 വലുതാക്കുന്നില്ലേ, 6 ലൈൻ ആക്കുന്നില്ലേ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം വേറെ ടണലും കൂടെ പണിത് അതിലേ ആക്കുന്നത്. കണ്ടോ, ഇങ്ങോട്ട് വരുന്നതേ അങ്ങോട്ട് പോകുന്ന വഴിയാ കാണുന്നത്. ഇങ്ങോട്ട് വരുന്ന പുതിയ ലൈൻ പണിയുന്ന ഇതിലെ ഇതിനടിയിൽ കൂടെ ടണൽ. ഞങ്ങളിതിലെ രാത്രിക്കൊക്കെ വരുമ്പോൾ ഇതേ ഇവിടെ നിർത്തി ഒരു ചായ കുടിച്ച് ഉറക്കം വരുമ്പോഴേ ലോറിക്കാരെല്ലാം കൊണ്ട് നിർത്തുന്ന ഒരു സ്ഥലമായത് വേളായി. ഇതൊക്കെ പണ്ടത്തെ ഇത് വെട്ടിക്കളയാത്ത റോഡിന് വീതി കൂട്ടിയപ്പോഴേക്കേ അത് നടുക്കായി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇതേണ്ട അങ്ങോട്ട് നോക്കി, അത് മഹാരാഷ്ട്ര കല്യാണമാണ്, മറാഠി കല്യാണമാണെന്ന് തോന്നുന്നു. അല്ലല്ല, വണ്ടി ഒത്തിരി കിടക്കുന്നില്ല. അത് തന്നെയല്ലേ, അത് കുതിര നിൽക്കുന്നുണ്ടോ, കുതിര പിക്കപ്പിനകത്ത് കുതിരപ്പുറത്താ ചെറുക്കനൊക്കെ വരുന്നത്. അതുപോലെ ആൾക്കാർ കണ്ടോ, ലോറിയിലെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നത് കണ്ടോ. മത്തേരാനൊക്കെ പോവാന്നോർത്ത് വന്നാ നമ്മളല്ലേ. ഓ സത്യം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതിന് പണിയുണ്ട്. അടുത്ത് വേറെ ഏതെങ്കിലും ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് വരാം. പിന്നെ അതുണ്ട് അങ്ങ് അകലെ കാണുന്നുണ്ടോ, അത് സത്താറ ടൗണാ. സത്താറ വലിയ ടൗണാ. എന്നാണേലേ നമ്മള് കർണാടകയിലേക്ക് അടുക്കും തോറും മഴ കുറവാ. ഉറപ്പായിട്ട് വൈകുന്നേരം നമ്മൾ കുക്ക് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ കരാട് എടുക്കാറായി. ഇവിടെ എല്ലാം റോഡിൻ്റെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുക, പൂർണ്ണമായിട്ടൊന്നും തീർന്നിട്ടില്ല. ടൗണിലേക്കുള്ള പണ്ടത്തെ പാലമാണ്, പഴയ പാലം. കരാട് മൊത്തം എലിവേറ്റഡ് ഹൈവേയാണ്. ടൗണെല്ലാം ഈ പാലത്തിനടിയിലായി. NH 48 6 ലൈൻ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പം എലിവേറ്റഡ് ഹൈവേ പണിതേക്കുന്നത്. ഒരു സിഗ്നലും ഇല്ല, ഒന്നുമില്ല. വഴിയും ടൗൺ മാറ്റി വിടേണ്ടി ഒന്നും വന്നില്ല. മൊത്തം പാലമാക്കി, തൂണേൽ 6 ലൈൻ ഹൈവേ ആക്കി. ഇതിനടിയിൽ കൂടെ പഴയ 4 ലൈൻ റോഡ് ഉണ്ട് താനും. ഈ എലിവേറ്റഡ് ഹൈവേ ഏകദേശം 5.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ കരാട് കുറേ ലോറി ബോഡി വർക്ക്ഷോപ്പുകളുണ്ട്, പുതിയ ബോഡി കെട്ടുന്ന കുറേ വർക്ക്ഷോപ്പുകളുണ്ട്. കരാട് ബോഡി കാണുമ്പോൾ തന്നെ അറിയാം അത് വേറൊരു ടൈപ്പാണ്, വേറൊരു സ്റ്റൈലാണ്. ഇവിടെ എല്ലാം പണി തീർന്നിട്ടില്ല, പണിയൊക്കെ ഒരുപാട് നടക്കുന്നേ ഉള്ളൂ. അത് അങ്ങോട്ട് പോകുന്ന പാലമാണ്, പഴയ പാലമാണ്, കല്ല് കെട്ടിയേക്കുന്ന പാലം. അച്ഛനാണോ ഇന്ന് കഞ്ഞിയും ചിക്കൻ കറിയും വെക്കുന്നേ? ഇന്ന് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. കഞ്ഞിയും ചിക്കൻ കറിയും ഇന്ന് പൊന്നു വെക്കുന്നതായിരിക്കും. പൊന്നുവിൻ്റെ ചിക്കൻ കറി കൂട്ടിയിട്ട് ഒത്തിരി നാളായി. പിന്നെ നല്ലപോലെ ചിക്കൻ കറി വെക്കും. പണ്ട് നമ്മൾ എവിടെ പോയിച്ചു വന്നപ്പം ബാംഗ്ലൂർ നൈസ് റോഡ് തുടങ്ങുന്നിടത്ത് വെച്ച് നമ്മൾ ചിക്കൻ കറി വെച്ചാ. ഞാനും അച്ഛനല്ലേ. നമ്മള് ചെക്ക് പോസ്റ്റ് എടുക്കാറായോ? നമ്മള് മഹാരാഷ്ട്ര ഓടി തീരായി. ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റ് അപ്പറയാ. ഇത്ര ഓടി പിന്നെ ഇന്ന് ഞാനല്ലേ ഓടിച്ച മൊത്തം. നമ്മള് ചിക്കൻ മേടിച്ചും വെച്ചു അന്നേരം തൊട്ടുള്ള മഴ. അല്ലെങ്കിൽ മഴയില്ലായിരുന്നു ആ ഇടയ്ക്കൊന്നും. അവിടെ ഒന്നും അത് മഴ വളരെ കുറവായിരുന്നു. എന്നാ പിന്നെ നേരത്തെ കുക്ക് ചെയ്യാൻ മേലായിരുന്നോ? നേരത്തെ കുക്ക് ചെയ്യാൻ ഞങ്ങൾ ഓർത്ത് ഇച്ചിരി സന്ധ്യയായിട്ട് എവിടെയെങ്കിലും വണ്ടി നിർത്താം എന്നൊക്കെ ഓർത്ത് പോന്നല്ലേ വനു. അല്ലല്ല, അന്നേരം അവിടെ നോക്കിയിട്ടൊന്നും ചിക്കൻ കിട്ടിയില്ല. പിന്നെ ചിക്കൻ കണ്ടപ്പോഴത്തേനും സന്ധ്യയായി. അതെ, രാത്രിയായി, 8 മണിയായി. ഉറക്കം അങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം കുറച്ചുകൂടെ ഉറങ്ങണമായിരുന്നു. നല്ല സുഖം ഉറക്കമായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങി വന്നു. തിരിഞ്ഞു നടന്നപ്പോ തൊട്ടടുത്ത് ആരോ തട്ടുന്നു. പൊന്നു
ആ പൊന്നു ഇടയ്ക്ക് കിടന്നുറങ്ങി കുറച്ചു നേരം. ഞാനൊരു 1.5 മണിക്കൂറ് ആ അത്ര ഇറങ്ങിയുള്ളൂ. അപ്പൊ നമ്മള് മഹാരാഷ്ട്ര ഓടി തീരാറായി. ഇപ്പൊ കാഗലാ കഴിഞ്ഞ കാഗൽ. ഇത് പുതിയ ആറ്റോ ചെക്ക് പോസ്റ്റാണ്. ഇത് ഓപ്പൺ ആയിട്ട് കുറച്ച് നാളായി കേട്ടോ. വണ്ടികളൊക്കെ വളരെ കുറവാണ്. 3-4 വണ്ടിയുള്ളത്. അവിടെ ആ ലൈനിൽ ഒരു 3 വണ്ടി നിൽപ്പുണ്ട്. റെസിപ്റ്റ് തരുമായിരിക്കുവേ. എത്തുമോ? അത് ഇറങ്ങിപ്പോണം. നോക്കി ഇറങ്ങണോ? ഞാൻ വേണേ ഇറങ്ങി. മുന്നോട്ട് എടുക്കും വണ്ടി ഇച്ചിരി മുന്നോട്ട്. അത് പിള്ളേർ കമ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ ചെക്ക് പോസ്റ്റ് പോയാലും കിളിയെ വിടണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലേ കിളിനെ വിടായിരുന്നു. എന്നോട് വയസ്സൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ ചോദിച്ചു കേട്ടോ. എന്നിട്ട് കറണ്ടും പോയോ? ഞാൻ ചെന്നപ്പോ കറണ്ട് പോയി. എന്നോട് എന്തോ ചോദിച്ചു. എന്തോ ചോദിച്ചു. അപ്പൊ കറണ്ട് പോയപ്പോണ്ടത് ഓ ലൈറ്റ് പിച്ചൽ അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര തീർന്നു. ഇനി നേരെ കർണാടകയിലേക്ക്. ഈ പാലമാണ് അതിർത്തി. ഇവിടോട്ടിട്ട് കുക്ക് ചെയ്താൽ ഇതുണ്ടോ, അഥവാ മഴ പെയ്താൽ കടത്തിണ്ണയിലേക്ക് കയറാം. അപ്പൊ അടുക്കള തുറന്നു. വെളിയിൽ ഭയങ്കര ചെളിയ അടുക്കളയുടെ. അപ്പൊ നമ്മൾ എന്നാ ചോറല്ലേ വെക്കുന്നേ? ചോറ വെക്കുന്നത്. കഞ്ഞിയും ചിക്കൻ കറി വെക്കാം. ചിക്കൻ ഫ്രൈ വെക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അതിനൊക്കെ സമയം പോകും, സമയം എടുക്കും. അതിനെങ്ങാനും മഴ പെയ്താൽ പിന്നെ അതും പണിയാണ്. അത് വേണ്ട. അപ്പം ഞാൻ ആദ്യം അരി കഴുകാന്ന് വെച്ചു. പൊന്നു ചിക്കൻ കഴുകാൻ പോവാ. ആദ്യം എനിക്ക് ഒരു ഗ്ലാസ് കടുങ്കാപ്പി വെച്ചോ. അല്ലല്ല, കടുങ്കാപ്പി പാത്രത്തിൽ അരി കഴുകുന്നത്. ആദ്യം അരി അടുത്തേക്ക് ഇട്ടിട്ട് എന്നിട്ട് അപ്പൊ നമുക്ക് അരി കഴുകി ഇട്ടേക്കാം. അരി കഴുകി കഴിഞ്ഞു, ഇനിയിപ്പോ ഇട്ടേക്കാം. അരി എന്തേരം എടുത്തു? അരി ഒരു 2.5-3 ഗ്ലാസ് എടുത്തെടുത്തു. നല്ല കാറ്റുണ്ട്. നമുക്കിത് അടുക്കളക്കകത്ത് തന്നെ കയറണമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് കയറ്റി വെച്ചാലോ? ഇപ്പൊ തീ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു ഒത്തിരി സമയം എടുക്കും കഞ്ഞി വേകാൻ. ശകലം തിരിച്ചാൽ മതിയേ, ഒത്തിരി തിരിക്കല്ലേ. വെളുത്തുള്ളി എന്തേരം വേണം? വെളുത്തുള്ളിയൊക്കെ ഇട്ടോ കുറേ. അതൊക്കെ ഒരു കൊട്ടത്താപ്പിന് അങ്ങ് എടുത്തോ. അല്ല പ്രത്യേകിച്ച് ഇതിന് കണക്കൊന്നും ഇല്ല, അളവൊന്നും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാനിത് പൊളിക്കണ്ടേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിയാ, പൊളിക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്തോ കുറേ. ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാവലായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ. 5 പേരുണ്ട് അവിടെ. വണ്ടിയുടെ പുറയിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഒരാൾക്ക് അരിയാൻ വേണ്ടി കട്ടിംഗ് ബോർഡൊക്കെ എടുത്ത് വെച്ച് കൊടുത്താ ഇവക്ക് കയ്യിലരിയുന്ന ബാലൻസ്. അതാ രണ്ടുപേരും എന്നോടൊന്നും ചെയ്യണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുത്തോ, വീഡിയോ മാത്രം എടുത്താൽ മതി. അതെ, വീഡിയോ എടുക്കുന്നതാണോ റെസ്റ്റ് എടുക്കുന്നത്? അത് വെറുതെ എടുത്താൽ പോരെ. അപ്പോൾ എല്ലാം ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യുന്നതെന്നാ പറഞ്ഞു. കടുങ്കാപ്പി ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ടും വേണ്ട, അതും വെച്ച് തരാം. ഇതൊന്ന് പൊളിച്ച വയ്യട്ടെ. അതെ, ഒരു കാര്യം വിട്ടുപോയി നമ്മള്. പച്ചമുളക് മേടിക്കണമായിരുന്നു. അല്ല, പച്ചമുളക് ഞാൻ ചോദിച്ചായിരുന്നു, അന്നേരം പൊന്നു പറഞ്ഞു ഉണ്ടെന്ന്. പച്ചമുളകിന്റെ ഒക്കെ കളർ ചുമപ്പും മഞ്ഞ ഓറഞ്ചൊക്കെ ഇപ്പൊ കളർഫുൾ ആയത്. ഇത് മതിയോ? അത് മതി, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സ്പെഷ്യൽ ചിക്കൻ കറിയാണോ? അങ്ങനെയൊന്നുമില്ല, സാധാ ചിക്കൻ കറി. അടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഞാൻ പൊളിച്ചുകൊണ്ട് വെളുത്തുള്ളി നല്ല നന്നായിട്ട് മിൻസ് ചെയ്ത പോലെ ഇരിക്കണം. അതെ. ഉപ്പ് എടുത്ത് കൊടുക്ക്. അപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് വേണ്ട കുക്കാ പോവാൻ. കയ്യാള് കൂടെ നിൽക്കണോ? അല്ല, ഉപ്പെല്ലാം എടുത്ത് വെച്ചേക്കുക. എല്ലാം വെളി വെച്ചേക്കുക. ഇവിടെ വെച്ചിട്ടുണ്ട്. വീണ്ടും മഴ വീണ്ടും ശക്തി പ്രാപിച്ച് നമ്മൾ വീണ്ടും ടേബിളിലേക്ക് വെക്കാം. അടുക്കള അടയ്ക്കാം. അടപ്പെടുക്കാം. അപ്പൊ നമുക്കിനി കട്ടൻ ചായം കൂടെ ഉണ്ടാക്കിയേക്കാം. കട്ടൻ കാപ്പി. കട്ടൻ കാപ്പി എങ്കിൽ കട്ടൻ കാപ്പി. മഴയൊക്കെ അല്ലേ? അതെ, ഇപ്പം വലിയ കാറ്റില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കാറ്റുണ്ടായിരുന്നേ അത് വെക്കണ്ട വന്നേനെ. അതിനാ മഞ്ഞപ്പൊടി.
മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ടു, ഇച്ചിരി ഇട്ടോ, കുഴപ്പമില്ല. ഓക്കെ. എനിക്ക് പൊടിയുടെ അളവ് മാത്രം എനിക്ക് അറിയത്തില്ല ആ കേട്ടോ. അല്ല ഇട്ടോ, അത് കുഴപ്പമില്ല. ഒരു ഉദ്ദേശം ഞാനൊരു നാക്കിന് ഇട്ട് വിടുന്ന പൊടി, മുളക് പൊടി. എന്നിട്ട് അപ്പം എങ്ങനെ കേട്ടോ, അപ്പം എങ്ങനെ തന്നെ പിന്നെ കുക്ക് ചെയ്യുന്നത്? അത് ഞാൻ തന്നെ ഉള്ളൂ, അപ്പം എൻ്റെ ഒരു അളവിന് ഞാൻ അങ്ങിടും. അത് പോരെ, മുളക് ഇച്ചിരി ഇടണം. സവാളയൊക്കെ കുറവായിരുന്നു തോന്നുന്നു. ഉള്ളതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളായിരുന്നു. അതോടെ എടുക്കണ്ടായിരുന്നു. പൊടിയൊക്കെ മൂത്തു, നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ആ കടുങ്കാപ്പി മൊത്തം ഇപ്പം തണുപ്പിച്ച് കളയും. ഇപ്പൊ കടുങ്കാപ്പി കളഞ്ഞാനെ. ഞാൻ കരുതുന്നത് താഴോട്ട് പോകാത്തെന്ന് പ്ലേറ്റ് വെച്ചിട്ട് നല്ലപോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കും. വേകാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി അടച്ചു വെക്കാം, എന്നിട്ട് വേവട്ടെ. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കാം. നമ്മളെ ഈ ഷെഡില്ലാതെ എവിടെയെങ്കിലും ചിക്കൻ വെക്കാൻ നിർത്തിയിരുന്നെങ്കിൽ നനഞ്ഞു കുളിച്ച് നല്ല പണിയായനെ. ഏകദേശം ഇവിടെ ആയിരുന്നോണ്ട് നന്നായി. അതെ. മഴ പൂന കഴിഞ്ഞിങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ചത്താറ കരാട് ഭാഗത്ത് മഴ കുറവായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് നല്ല മഴയുണ്ട്. മഴ കാരണം ഈ പടുതായി കൂടെ അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ പടുതായി കൂടെ ഒഴുകി വെള്ളം നേരെ അടുക്കളക്കകത്തേക്ക് പോയി. പാത്രം കഴിയാൻ വെള്ളത്തിൻ്റെ ഇനി വേറെ വെള്ളം വേണ്ടതുണ്ടോ? ഒരു ബക്കറ്റ് വെള്ളമായി. നല്ല സൗകര്യം. ഇതിൽ കൂടെ സൗകര്യം എവിടെ കിട്ടും? അതെ അതെ. തന്നെ ഞാനേ കുറച്ച് കുരുമുളക് ഇടാൻ മറന്നുപോയി. കുരുമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ല, എനിക്ക് കുരുമുളക് വേണം. ശരി. ചിക്കൻ കറിയൊക്കെ റെഡിയായി. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂട്ടുവാണേ ഇതേ അല്ലേ? കാണിച്ചേ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് ചിക്കൻ കറി. തിളച്ചുകൊണ്ടിരിക്കുന്നു. അതെ, നമുക്ക് പച്ച വെളിച്ചെണ്ണ വെറുതെ ഒന്ന് ഒഴിച്ച് വെക്കാം. അമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ. ഞാനാണെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയല്ല. എനിക്ക് എണ്ണ ഒഴിക്കാൻ പേടിയാ, കൂടിപ്പോയാൽ. ഒഴിച്ചോ കുഴപ്പമില്ല. ഞാൻ കൈ വരച്ച് ഒഴിക്കുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ വിളമ്പ് വെച്ചിന് ചിക്കൻ കറിയും കൂടെ വിളമ്പാ. എനിക്ക് നല്ല കരൾ കഷ്ണമൊക്കെ നോക്കിട്ടോ, നല്ല പീസ്. എനിക്ക് കയറില്ല, വേണ്ട കേട്ടോ. അതെ അതെ, ഇതല്ലേ? അതെ അതെ അതെ. പിന്നെ കഞ്ഞിയും ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ പൊന്നുവിൻ്റെ ചിക്കൻ കറി. പൊന്നുവിൻ്റെ ചിക്കൻ കറി നോക്കട്ടെ. ഏതാ എനിക്ക് എടുത്തോ. ഉച്ച ചാറുടിങ്ങി വെച്ചു. പ്രതീക്ഷിച്ചാലല്ല, കറി കൊള്ളാം. എങ്ങനെ കറി കൊള്ളാം. പ്രതീക്ഷ പോലല്ലോ. അപ്പൊ ശരിയാക്കലെന്നാണ് ഓർത്ത്. അല്ല, ഞാൻ ഇവിടെ ഇന്നേ വരെ ഇതുണ്ടാക്കി കഴിച്ചിട്ടില്ല. ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തേലും കുറവ് കാണുമായിരിക്കുന്നു. അടുപ്പ വെച്ച് ഇളച്ചപ്പോഴേ ഞാൻ അഭിപ്രായം പറഞ്ഞാണോ? നല്ല അറിയാം. അമ്മ വെക്കുന്ന ടേസ്റ്റാണോ? നല്ല വേറെ ടേസ്റ്റ് ആണ്. പൊന്നെ നടുവിനാണ് എടുക്കുന്ന. ഇരുന്ന് കുക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതപ്പോ എനിക്ക് ഒന്നും കാണത്തില്ല, അതിന്റെ അകത്തോട്ടല്ലേ വെച്ചേക്കുന്നത്. ഇരുന്ന് നോക്കിയാൽ പോയി കഴിയുമ്പം എത്തി നോക്കണം. പിന്നെ ഈ മഴ കാരണം നമുക്ക് നല്ലപോലെ ഒരേ സ്ഥലത്ത് വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ചു നേരം ഇടക്കും, കുറച്ചു നേരം അടക്കും. നീങ്ങ നമ്മള് കഞ്ഞിയൊക്കെ കുടിച്ചിങ്ങനെ പോന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. കഞ്ഞിയും ചിക്കൻ കറി അല്ലേ മുത്തേ? പിന്നെ വിശന്നോണ്ട് രണ്ടുപേരും ആവശ്യത്തിനേറെ കഴിച്ച്. ഞാൻ 3 പ്രാവശ്യം കൊക്നോളി ടോൾ പ്ലാസ. അപ്പോൾ നമ്മൾ നിപ്പാനിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ഘാട്ട് കയറാൻ പോവാം, തവന്തി ഘാട്ട് കയറാൻ പോവാം. നിപ്പാനി ഘാട്ടെന്നും പറയും. പുതിയ എലിവേറ്റഡ് ഹൈവേ പണിയുന്നതാണ്. ഇത് വലിയ കയറ്റമില്ലാതെ ഇതിങ്ങനെ ഇതിലായിരിക്കും ഇനി അത് പണി തീരുമ്പം വണ്ടി പോകുന്നത്. ഇവിടെ നിന്നും ഘാട്ട് തുടങ്ങണം. അപ്പോൾ ഈ ഘാട്ടിലാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ടി രാത്രിയിൽ കയറി പോകുമ്പോൾ പുറകെ വന്ന് ലോഡിൻ്റെ മുകളിൽ കയറി പടുത കട്ട് ചെയ്ത് സാധനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയുണ്ട്. നമ്മുടെ വണ്ടിയെന്ന് 2 വണ്ടിയെന്ന് 2 പ്രാവശ്യമായിട്ട് പലപ്പോഴായിട്ട് ഇതുപോലെ ബണ്ടിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാത്രി കാലങ്ങളിൽ അത് കൂടുതലും. ഒരു വെളുപ്പാങ്കാലമൊക്കെ ആകുന്ന ഒരു സമയത്ത് വണ്ടികളും കുറവായിരിക്കും. പിന്നെ ഓടിക്കുന്ന ഒരു ഡ്രൈവർ മാത്രമല്ലേ ഉള്ളൂ. പുറകിൽ എന്താ നടക്കുന്നതെന്ന്
ഒരു സൈഡിൽ കൂടെ നോക്കിയാലൊന്നും മനസ്സിലാവുകയല്ലോ. ആ ഈ സംഭവം നടന്നിട്ട് കുറേ ആയോ? നമ്മുടെ വണ്ടിയിൽ നിന്ന് പോയിട്ട് കുറേ നാളായി. ഓ ഇതൊന്നും ഒരു 5-6 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആ 2 പ്രാവശ്യമായിട്ട് സംഭവിച്ചെന്നേ. ആ പിന്നെ ഇത് പരിചയമില്ലാത്ത ഡ്രൈവർമാരും അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതലും അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു പമ്പിൽ ഒതുക്കി. മുത്തും പൊന്നും നല്ല ഉറക്കമാണ്. പൊന്നു കുറച്ച് മുമ്പ് വരെ ഇരുന്നു, പിന്നെ പതുക്കെ അങ്ങ് ഉറങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോകാം.